ഹലോ. അപ്പോൾ ഇന്നൊരു എൻഗേജ്മെൻറ്റിന് പോവാണ് കേട്ടോ. അപ്പോൾ എൻ്റെ സിസ്റ്ററിൻ്റെ എൻഗേജ്മെൻ്റാണ് ഇന്ന്. സിസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ്റെ അനിയൻ്റെ മോളാണ് കേട്ടോ. അപ്പോൾ കണ്ണൂർ വെച്ചിട്ടാണ് പരിപാടി നടക്കുന്നത്. അപ്പോൾ ഏട്ടൻ വന്നിട്ടുണ്ടായിരുന്നു കാറും കൊണ്ട്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഇന്ന് ഒരുമിച്ചാണ് കേട്ടോ പോകുന്നത്. ഇന്ന് ഭയങ്കര സന്തോഷത്തിലാണ്. കാരണം എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ വെച്ച് കഴിഞ്ഞാൽ അതിലേതെങ്കിലും ഒരു ഫാമിലി മിസ്സാവും. അപ്പോൾ ഈ പ്രാവശ്യമാണ് കേട്ടോ എല്ലാവരും കൂടി ഒരുമിച്ചൊരു യാത്ര പോകുന്നത്. അതിൻ്റെ ഭയങ്കര സന്തോഷത്തിലാണ്. അങ്ങനെ ഞങ്ങൾ നേരത്തെ തന്നെ വീട്ടിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല, നല്ല റോഡ് ബ്ലോക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറച്ച് ലേറ്റ് ആയിട്ടാണ് കേട്ടോ എത്തിയത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി. ഫംഗ്ഷൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു നേരത്തെ തന്നെ. പിന്നെ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ എല്ലാവരെയും കാണാമെന്നുള്ളൊരു ഭയങ്കര സന്തോഷം വേറെ തന്നെ ഉണ്ട് കേട്ടോ. പിന്നെ ഇത് എൻ്റെ ഏട്ടൻ ഇവിടെയാണ് വർക്ക് ചെയ്യുന്നത്, ചേച്ചീൻ്റെ ഹസ്ബൻഡ് ഇവിടെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതും സന്തോഷത്തിൻ്റെ വേറൊരു കാരണമാണ്. കാരണം ഏട്ടനെ ഒന്ന് ഇവിടുന്ന് കാണാമല്ലോ, അങ്ങനെ വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഞങ്ങൾ വെൽക്കം ഡ്രിങ്ക് ഒക്കെ കഴിച്ചു. പിന്നെ നല്ല ചൂടുള്ള സമയമായതുകൊണ്ട് ഈ ഒരു തണുത്ത വെള്ളം അങ്ങോട്ട് ഉള്ളിലോട്ട് ചെന്നപ്പോൾ ഭയങ്കര ഒരു ആശ്വാസം തോന്നിയിട്ട് അങ്ങനെ മണിയേട്ടനും ഏട്ടനും അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാനും അങ്ങോട്ടേക്ക് പോയി. പിന്നെ എൻ്റെ ആപ്പന് 3 പെൺകുട്ടികളാണ് കേട്ടോ. അപ്പോൾ അതിൽ മൂത്തയാളുടെ മാരേജ് മുന്നേ കഴിഞ്ഞാണ്. അപ്പോൾ ഒരു മോളുണ്ട്, ലക്ഷ്മിക എന്നാണ് കേട്ടോ പേര്. അപ്പോൾ ലച്ചുമോളാണ് അവർക്ക് ബൊക്കെയൊക്കെ കൊടുത്തിട്ട് സ്റ്റേജിലോട്ട് ഇൻവൈറ്റ് ചെയ്തത്. പിന്നെ 11:30-ക്കും അതുപോലെ 12:30-ക്കും ഇടയിലാണ് മുഹൂർത്തം പറഞ്ഞിട്ടുള്ളത്. ഞങ്ങളൊരു 11:15 എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ചടങ്ങൊക്കെ കാണാൻ പറ്റി. പിന്നെ കടലിൻ്റെ ഒരു സൈഡിലായത് കാരണം ഒരു പ്രത്യേക രസമുണ്ടായിരുന്നു. കടലിൻ്റെ ആ ഒരു ശബ്ദവും അതുപോലെ തന്നെ കാറ്റും. നല്ല വെയിലുള്ളൊരു സമയമാണ്, പക്ഷേ ഒട്ടും വെയിൽ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നില്ല കേട്ടോ. കടലിൽ നിന്നുള്ള ആ ഒരു കാറ്റ് കാരണം ഭയങ്കര രസമായിരുന്നു. പിന്നെ എല്ലാവരെയും ഇന്ന് കാണാൻ പറ്റി എന്നുള്ളത് അതിനേക്കാൾ വലിയൊരു സന്തോഷമുള്ളൊരു കാര്യമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരെയും വീട്ടിൽ ചെന്നിട്ടോ അല്ലെങ്കിൽ കുടുംബത്തിലൊന്നും പോയിട്ടൊന്നും കാണാൻ പറ്റില്ലല്ലോ. ഇങ്ങനെ ഒരു ചടങ്ങൊക്കെ വരുമ്പോഴല്ലേ എല്ലാവരെയും കാണാൻ പറ്റുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിതുപോലുള്ള ചടങ്ങുകളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഒന്നും മിസ് ചെയ്യില്ല കേട്ടോ. കാരണം എല്ലാവരെയും കാണാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം ഈ ഒരു ഇങ്ങനെയുള്ള ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ആയത് കാരണം ഞാനൊന്നും മിസ് അങ്ങനെ ചടങ്ങൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ എല്ലാവരും കൂടെ ഒത്തുകൂടി. എല്ലാവർക്കും പലതും പറയാനുണ്ടാവുമല്ലോ. കുറേ നാളായിട്ട് കാണുന്നവരൊക്കെ ഉണ്ട്. പിന്നെ പൊന്നു അവിടെ ചെന്നിട്ട് ഇങ്ങനെ കടലും കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ ഇവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഭയങ്കര രസമാണ് കേട്ടോ ഇവിടെ ഇങ്ങനെ നിന്നിട്ട് ഈ ഒരു കാഴ്ച ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ. പിന്നെ അച്ഛനും ഭയങ്കര സന്തോഷമായി. അച്ഛൻ്റെ അനിയന്മാരെയൊക്കെ കാണാൻ പറ്റിയില്ല. അനിയന്മാരും ചേച്ചിമാരെയൊക്കെ കാണാൻ പറ്റി. അതിൽ അച്ഛൻ്റെ മൂത്ത ചേച്ചി മാത്രം വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ബാക്കി എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷം പിന്നെ അച്ഛൻ്റെ പെങ്ങളുടെ മോനും ഫാമിലിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. 2 ആൺമക്കളാണ് അവർക്ക്. അപ്പോൾ അവർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരാൾക്ക് ഇപ്പോൾ അടുത്താണ് ഒരു കുഞ്ഞുവാവ ഉണ്ടായത്. അപ്പോൾ കുഞ്ഞുവാവേനെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഈ ഒരു ചടങ്ങിന് വന്നതുകൊണ്ട് അതും കൂടി അങ്ങ് കാണാൻ പറ്റി. പിന്നെ അതിന് ശേഷം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഐസ്ക്രീമൊക്കെ കഴിച്ച് പിന്നെ ഫുഡൊക്കെ നല്ല അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. ബൊഫേ ആയത് കാരണം ഒരുപാട് എന്തൊക്കെയോ വാങ്ങിച്ചു കൂട്ടി ഒക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ അവിടെ ഒരു ചെറിയൊരു ഗാലറി ഉണ്ടായിരുന്നു. അവിടെ പോയിട്ട് കുറച്ച് പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ കണ്ടു. പിന്നെ നല്ല വിലയായിരുന്നു കേട്ടോ. അതിൻ്റെ അടിയിലൊക്കെ എഴുതി വെച്ചുകൊണ്ടിരുന്നത്. പിന്നെ അതിൻ്റെ അകത്തൊരു കൃഷ്ണനും രാധയും ഉണ്ടായിരുന്നു. എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ അതൊക്കെ കണ്ടുവരുമ്പോഴത്തേന് അമലിൻ്റെയും അർച്ചൻ്റെയും ഡാൻസ് എനിക്ക് മിസ്സായി കേട്ടോ. പക്ഷേ അമലിൻ്റെ കുഞ്ഞനിയത്തീൻ്റെ ഡാൻസ് ഉണ്ടായിരുന്നു. അത് കുറച്ച് നേരം കണ്ടു.
അങ്ങനെ കുറച്ച് നേരം കുട്ടികളുടെ ഡാൻസൊക്കെ കണ്ടിട്ട് പിന്നെ ഞങ്ങൾ തിരിച്ച് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടോ. അങ്ങനെ എല്ലാവരുടെ അടുത്തും യാത്രയൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ കുറച്ച് നേരം ബീച്ചിലൊക്കെ പോയിട്ട് തിരിച്ച് പോകാമെന്ന് വിചാരിച്ചു. ഏതായാലും വന്നതല്ലേ, അപ്പോൾ കുഞ്ഞുമക്കൾക്ക് അതൊരു ഭയങ്കര സന്തോഷമായിരിക്കും കടലിലൊക്കെ വന്നു കഴിഞ്ഞാലെന്ന് വിചാരിച്ചിട്ട്. പിന്നെ നമുക്കും സന്തോഷമാണല്ലോ, കടലാർക്കാണ് ഇഷ്ടമല്ലാത്ത. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കടലിലൊക്കെ വന്നിട്ട് കുറച്ച് നേരം അവിടെ നിന്നു. പിന്നെ വരുന്ന വഴിക്ക് കുറച്ച് കളി സാധനമൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പൊന്നൂനൊരു തൊപ്പിയും അതുപോലെ കളിക്കാനുള്ള കുറച്ച് സാധനങ്ങൾ, അതൊക്കെ കൊണ്ട് അവർ ഇവിടുന്ന് തന്നെ കളി തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഏച്ചി അനിയത്തിയും കൂടെ അതിൻ്റെ ഇടയിൽ കിച്ചൂട്ടിനും അതൊക്കെ എടുത്ത് കൊണ്ടുപോയിട്ട് കടലിലൊക്കെ എറിഞ്ഞ് കുറച്ച് നേരം അങ്ങനെ കളിച്ചു. അതിന് ശേഷം ഒരു പന്തയൊക്കെ വെച്ച് മൊത്തത്തിൽ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. 1, 2, 3 start. സാറിൽ ഉണങ്ങുക ഇടുന്ന ഉണങ്ങും. ആ കൈ കഴുകണേ. നിലത്തില്ല നിലത്തില്ല ഇലയിൽ വെച്ചെടുത്ത് അങ്ങനെ കടൽ നിന്നുള്ള കളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോവാണ് കേട്ടോ. അങ്ങനെ വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ പൊന്നു ഡ്രസ്സൊക്കെ മാറി അവർ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. കണ്ണനും പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ, അവരുടെ കൂടെ പോകാൻ വേണ്ടി. ഞാൻ ആദ്യം വിചാരിച്ച് കുറേ കരയുന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ടാറ്റാ.